BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിൽ ഊബർ ഡ്രൈവറെ ആക്രമിച്ച സംഭവത്തിൽ 3 ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ ആലുവ പോലീസ് കേസെടുത്തു. ആലുവ ചുണങ്ങംവേലി സ്വദേശികളായ നിസാർ, അബൂബക്കർ, അശോകപുരം സ്വദേശി ഉണ്ണി എന്നിവർക്കെതിരെയാണ് കേസ്. ഇവർ ഒളിവിലാണ്. 2 ആഴ്ച മുൻപാണ് സംഭവം. ഊബർ ഓട്ടോ ഡ്രൈവർ കുന്നത്തേരി സ്വദേശി ഷാജഹാനാണ് മർദ്ദനമേറ്റത്. ഊബറിൽ ഓട്ടം ബുക്ക് ചെയ്യുന്നവരെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകുന്നതിന്റെ പേരിലാണ് ഇവിടെ അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മർദ്ദിച്ചത്. ക്രൂരമർദ്ദനത്തെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ ഷാജഹാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ സഹോദരി ജാസ്മി ബുധനാഴ്ച ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ പ്രചരിക്കുന്നതല്ലാതെ പോലീസിൽ പരാതിയൊന്നും നേരത്തെ ലഭിച്ചിരുന്നില്ല. എങ്കിലും പോലീസ് സ്വമേധയാ അന്വേഷണം ആരംഭിച്ചിരുന്നു. വീണ്ടും ആക്രമിക്കപ്പെടുമെന്ന ഭയത്താലാണ് ഷാജഹാൻ ഇക്കാര്യം ആരോടും പറയാതിരുന്നത്. എന്നാൽ പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചോര ഛർദ്ദിക്കുകയും ചെയ്തതോടെയാണ് ബന്ധുക്കൾ വിവരമറിഞ്ഞതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. ഇവിടെ യൂട്യൂബറായ പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും മൃഗീയമായി മർദ്ദിച്ചതിലും ഈ പ്രതികളിൽ ഒരാൾക്ക് പങ്കുണ്ടെന്നായി നാട്ടുകാർ ആരോപിക്കുന്നു. കൊച്ചി മേഖല ആസ്ഥാന മന്ദിരത്തിനായി 6 മരങ്ങൾ മാത്രമേ മുറിച്ചു മാറ്റുന്നുള്ളൂവെന്ന് വനം വകുപ്പ് ഹൈക്കോടതിയിൽ. ഇടപ്പള്ളിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് 59 മരങ്ങളാണ് മുറിക്കാൻ തീരുമാനിച്ചതെങ്കിലും ഏറ്റവും കുറച്ചു മാത്രം മുറിച്ചു നീക്കാൻ സഹായകരമാകുന്ന വിധം നിർമ്മാണത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതായി സാമൂഹിക വനംവൽക്കരണ വിഭാഗം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ പരിസ്ഥിതി ദിനമായ ബുധനാഴ്ച സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്ന അതേ സ്ഥലത്ത് വംശനാശ ഭീഷണി നേരിടുന്ന കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടപ്പള്ളിയിൽ വനം വകുപ്പിന്റെ ഓഫീസ് സമുച്ചയത്തിനു വേണ്ടി മുറിക്കേണ്ട മരങ്ങളിൽ 19 എണ്ണം മാറ്റിവെച്ച് പിടിപ്പിക്കാനായിരുന്നു നേരത്തെ വനം വകുപ്പ് തീരുമാനിച്ചത്. എന്നാൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പാർപ്പിട സമുച്ചയം ഇടപ്പള്ളിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റും. ഇതിനായി നബാർഡിന്റെ അനുമതി തേടുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. നിർമ്മാണ സ്ഥലത്ത് നിന്ന് മുറിച്ചു നീക്കാൻ തീരുമാനിച്ച മരങ്ങളിൽ ഒന്നുപോലും അപൂർവ ഇനത്തിൽപ്പെട്ടതല്ലെന്ന് നേരത്തെ വനം വകുപ്പ് അറിയിച്ചിരുന്നു. മേഖലാസ്ഥാന മന്ദിരത്തിനായി മരം മുറിക്കാൻ അനുമതി നൽകിയ കൊച്ചി മേയറുടെ അധ്യക്ഷതയിലുള്ള ട്രീ കമ്മിറ്റി യോഗ തീരുമാനം ചോദ്യം ചെയ്ത് അഭിഭാഷകനായ BH മൻസൂർ നൽകിയ ഹർജിയാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ചെല്ലാനത്തിന്റെ 101 വർഷത്തെ ഭൂവിഭവ ചരിത്രത്തിന്റെ അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുത്തൻതോട്ടിൽ പുതിയ അഴി തുറന്ന് അന്ധകാരനഴി കടൽ മുതൽ കടൽ വരെയുള്ള ജലപാത ഒരുക്കണമെന്ന് ചെല്ലാനത്ത് ചേർന്ന ജനകീയ ചർച്ചായോഗം ആവശ്യപ്പെട്ടു. ചെല്ലാനം കാർഷിക ടൂറിസം വികസന സൊസൈറ്റി സംഘടിപ്പിച്ച ജനകീയ ചർച്ചായോഗമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നാടിന്റെ അത്താണിയായിരുന്ന വിജയം കനാലിന്റെ ഇന്നത്തെ അവസ്ഥ അതിശോചനീയമാണ്. കനാലിന് സമാന്തരമായ ഉപ്പത്തക്കോട് തോടുമായി ബന്ധിപ്പിക്കുന്ന കൈവഴികൾ, ചെല്ലാനം പാണ്ടിക്കുടി റോഡിന് കുറുകെ ഉണ്ടായിരുന്ന കലുങ്കുകൾ, ജലസേചന വകുപ്പ് ജീവനക്കാർ ഏറ്റിറക്കം നിയന്ത്രിച്ചിരുന്ന നിരവധി സ്ലൂയിസുകൾ, പാടശേഖരങ്ങളിലെ ജലനിയന്ത്രണത്തിനുള്ള അനേകം പത്തായങ്ങൾ തുടങ്ങിയ നഷ്ടപ്പെട്ട വിജയം കനാൽ മാലിന്യം കുപ്പത്തൊട്ടിയായി മാറിക്കഴിഞ്ഞു. 100 വർഷം മുൻപ് ചെല്ലാനത്ത് ഒട്ടേറെ പൊഴികൾ നിലനിന്നിരുന്നു. അവയുടെ അക്ഷമാകൽ ഭൂവിഭവ ഘടനയെ തന്നെ മാറ്റിമറിച്ചു. പുത്തൻതോട്ടിൽ പുതിയ അഴിമുറിച്ചും അന്ധകാരനഴി സ്ഥിരമായി തുറന്നിട്ട് നിയന്ത്രിച്ചും കല്ലഞ്ചേരി കായൽ മുതൽ അന്ധകാരനഴി വരെയുള്ള ജലപാത നാടിന്റെ വികസനത്തിനും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിനും വഴിതെളിക്കും. വിജയം കനാൽ ആഴം വെപ്പിക്കുക ലക്ഷ്യമാക്കുന്ന ചെളി ഉപയോഗപ്പെടുത്തി പാടശേഖര ബണ്ടുകൾ ബലപ്പെടുത്തി പച്ചക്കറി, തെങ്ങ് കൃഷി ഊർജിതമാക്കുക എന്നിവയ്ക്കായി അടിയന്തരമായി ഫണ്ട് അനുവദിക്കുന്നതിന് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് ജനകീയ നിവേദനം കൊടുക്കുന്നതിനും യോഗം തീരുമാനിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ഫോർട്ട് കൊച്ചി അഴിമുഖത്തെ സൊസൈറ്റി ബാങ്ക് ചീനവലകൾ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇൻബോർഡ് വള്ളം ഇടിച്ചു തകർന്നു. വള്ളത്തിലെ 2 മത്സ്യത്തൊഴിലാളികൾക്ക് സാരമായി പരിക്കേറ്റു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇൻബോർഡ് വള്ളത്തിന്റെ വീൽ ഹൌസിനും ഭാഗികമായി നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. തകർന്ന ചീനവലയുടെ കെട്ടുവല വള്ളത്തിന് മേൽ പതിച്ചെങ്കിൽ വള്ളത്തിലുള്ള 15-ൽ ഏറെ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവഹാനി വരെ ഉണ്ടാകുമെന്നായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിലെ ഇന്ധന പമ്പിൽ നങ്കൂരമിട്ട ഇൻബോർഡ് വള്ളത്തിന്റെ
യന്ത്രനിയന്ത്രണം നഷ്ടപ്പെട്ടതും വേലിയിറക്ക സമയത്തെ ശക്തമായ അടിയൊഴുക്കുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം. വിൻസന്റെ ഉടമസ്ഥതയിലുള്ള സൊസൈറ്റി ചീനവല പൂർണ്ണമായും തകർന്നു. രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബാങ്ക് വല. ഇത് ഭാഗികമായും തകർന്നു. ഇരുവലകൾക്കുമായി 10 ലക്ഷം രൂപയുടെ നഷ്ടമുള്ളതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു. സംഭവം വള്ളക്കാരും ചീനവല ഉടമകളും തമ്മിൽ ഒത്തുതീർപ്പായി. പെട്രോൾ പമ്പിൽ ഇൻബോർഡ് വള്ളങ്ങൾ അനധികൃതമായി അടുപ്പിക്കുന്നുവെന്ന നിയന്ത്രണങ്ങൾക്ക് നിരന്തരമായി ലംഘിക്കുകയാണെന്നും ചീനവല ഉടമ സംഘടനാംഗങ്ങൾ പറഞ്ഞു. 1.5 വർഷം മുൻപ് കൊച്ചി തുറമുഖത്ത് ഏക്കൽ നീക്കം പ്രവർത്തനം നടത്തുന്ന മണ്ണുമാന്തി കപ്പലിലിടിച്ച് സൊസൈറ്റി ചീനവലയ്ക്ക് കേടുപാട് പറ്റിയിരുന്നു. ആക്രി വ്യാപാരത്തിന്റെ മറവിൽ നികുതി തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പാലക്കാട് ഓങ്ങല്ലൂർ ഉസ്മാൻ പള്ളിക്കലിനെയാണ് GST ഇന്റലിജൻസ് പിടികൂടിയത്. കൊച്ചി GST കമ്മീഷണർ ഓഫീസ് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. മെയ് 23 ആരംഭിച്ച ഓപ്പറേഷൻ പാം ട്രീയുടെ ഭാഗമായുള്ള റെയ്ഡിലാണ് ഉസ്മാന് പിടിവീണത്. 60 വ്യാജ രജിസ്ട്രേഷനുകൾ ഉപയോഗിച്ച് ഉസ്മാൻ സംസ്ഥാനാന്തര ആക്രി വ്യാപാരം നടത്തിയെന്നും ഇതുമൂലം സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേസിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സന്ദീപ് സുധയാണ് ആദ്യം അറസ്റ്റിലാവുന്നത്. ഇയാൾക്ക് സഹായം നൽകിയത് ഉസ്മാനാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഉസ്മാനെ പിടികൂടിയത്. ജനാധിപത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടെ തിളക്കമാർന്ന വിജയത്തിൽ UDF പഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും മധുര പലഹാര വിതരണവും നടത്തി. വടക്കുംഭാഗം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം സെബിപുരം കവല വഴി ചന്ദ്രപുരയിൽ സമാപിച്ചു. UDF കൺവീനർ സന്തോഷ് തോമസ്, ചെയർമാൻ മനോജ് വടക്കുംചേരി, ജേതാക്കളായ കൊച്ചുപ്പു പുളിക്കൽ, MV ദേവസി, ചെറിയാൻ തോമസ്, സിജു ഇരാളി, തോമസ് ചെന്നൈക്കാടൻ, ജേക്കബ് മഞ്ഞളി, സാജു കോളാട്ടുകുടി, ഡേവിസ് മണവാളൻ, ബിജു നെറ്റിക്കാടൻ, ടിനു മോബിൻസ്, രാജു ഡേവിസ്, സണ്ണി നടത്ത കെ സോമശേഖരൻ പിള്ള, ജാൻസി ജോ, സ്റ്റിൽ മഞ്ഞളി, ഷമിത ബിജോ, അലക്സ് ആൻഡ്രു, ഷൈബി പാപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.